മദീനയിലൊരു സുന്ദരമായ തോട്ടമുണ്ടായിരുന്നു, ബൈറുഹ. 600ഓളം ഈന്തപ്പന മരങ്ങളുള്ള അതിവിശാലായ ഭംഗിയുള്ളൊരു തോട്ടം. അബൂത്വൽഹ റളിയല്ലാഹുവിന്റെ ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ആയത്തിറങ്ങുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്ന് പറഞ്ഞിട്ട്. ഉടനെ അബൂത്വൽഹ റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ബൈറുഹ തോട്ടമാണ്. ഞാനത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു. അതിന് അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം നേരെ പോകുന്നത് തൻ്റെ തോട്ടത്തിലേക്കാണ്. അവിടെ എത്തുമ്പോൾ തോട്ടത്തിലൊരു മരത്തണലിൽ ഭാര്യ റമീസ വിശ്രമിക്കുകയാണ്. തോട്ടത്തിൽ കയറാതെ പുറത്ത് നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ അവർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, റമീസ, ഇന്ന് മുതൽ ഈ തോട്ടം നമ്മുടേതല്ല, ഞാനിത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു. വിശ്വാസിയായ ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. തോട്ടത്തിൻ്റെ പുറത്ത് ദരിദ്രരായ ചില മനുഷ്യരെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ചു പോകാറുണ്ട്, ഈ തോട്ടം ദാനം ചെയ്താലോ എന്ന്. പക്ഷേ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്തായതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. തോട്ടത്തിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞു പോലും നോക്കാതെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവാണ്.